നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ മഴ തുടരുന്നു. റാണിപുരം ഹിൽ സ്റ്റേഷൻ അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം നിരോധിച്ചു. ക്വാറികളുടെ പ്രവർത്തനവും താൽക്കാലികമായി നിരോധിച്ചു. കാസർഗോഡ് കാവുകോളിയിൽ കടലാക്രമണം രൂക്ഷം. പ്രദേശത്തെ പ്രധാന റോഡ് കടലെടുത്തു. 200ഓളം കുടുംബങ്ങൾ ആശങ്കയിൽ. 52 ദിവസത്തെ മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം നീങ്ങി. മോശം കാലാവസ്ഥ അറിയിപ്പിൽ നിരാശയിൽ മത്സ്യബന്ധന മേഖല. 17കാരിയെ വഴിയിൽ തടഞ്ഞു നിർത്തി ഉപദ്രവിച്ച കേസിൽ പ്രതിക്ക് 1 വർഷം തടവും പിഴയും ശിക്ഷ. മുന്നാട് ചേടിമൊട്ട തട്ടുമ്മൽ ഹൌസിൽ കബീറിനെയാണ് കോടതി ശിക്ഷിച്ചത്. കാസർഗോഡ് 7 വയസ്സുകാരിയെ മദ്യം നൽകി പീഡിപ്പിച്ച കേസ്. പ്രതിക്ക് ജീവപര്യന്തവും 20 വർഷം കഠിന തടവും ശിക്ഷ. രാത്രി വീട്ടിൽ ഉറങ്ങാൻ കിടന്ന വീട്ടമ്മയെ കിണറിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. വടക്കേക്കോവലിലെ വത്സരാജിന്റെ ഭാര്യ ടി ബിന്ദുവാണ് മരിച്ചത്. 4 ദിവസം നീളുന്ന സംസ്ഥാന സ്പോർട്സ് യോഗ ചാമ്പ്യൻഷിപ്പിന് പിലിക്കോട് കാലിക്കടവിൽ തുടക്കമായി. സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. കാസർഗോഡ് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും രാവിലെ മുതൽ മലയോര മേഖലകളിൽ ഉൾപ്പെടെ നിലവിൽ കനത്ത മഴ ഇല്ല. റെഡ് അലർട്ട് സാഹചര്യത്തിൽ സുരക്ഷ പരിഗണിച്ച് ജില്ലയിലെ റാണിപുരം ഹിൽ സ്റ്റേഷൻ അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനവും പുഴകളും തോടുകളിലും ഉൾപ്പെടെ എല്ലാ ജലാശയങ്ങളിലും വിനോദ പ്രവർത്തനങ്ങളും നിരോധിച്ചിട്ടുണ്ട്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കാസർഗോഡ് ജില്ലയിൽ ക്വാറികളുടെ പ്രവർത്തനം താൽക്കാലികമായി നിരോധിച്ചിട്ടുണ്ട്. ജില്ലയിൽ റവന്യൂ വകുപ്പ് എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുള്ളതായി ജില്ലാ കളക്ടർ അറിയിച്ചു. കാസർഗോഡ് കാവുകോളിയിൽ കടലാക്രമണം രൂക്ഷം. പ്രദേശത്തെ പ്രധാന റോഡ് കടലെടുത്ത നിലയിലാണ്. തീരദേശവാസികളായ 200ഓളം കുടുംബങ്ങൾ ഇതോടെ കടുത്ത ആശങ്കയിലാണ്. കാസർഗോഡ് കാവുകോളി കടപ്പുറത്താണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടലാക്രമണം രൂക്ഷമായത്. പ്രദേശത്തെ പ്രധാന പാതയായ ചേരങ്കൈ കാവുകോളി റോഡ് പൂർണ്ണമായും കടലെടുത്ത നിലയിലാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന് സമീപത്തുള്ള റോഡാണ് തകർന്നത്. ഇതോടെ ഈ ഭാഗത്തു നിന്നുള്ള ഗതാഗത സംവിധാനം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഏത് സമയവും വീടുകളിലേക്ക് കടൽ ഇരച്ചു കയറാവുന്ന ഭീതിജനകമായ സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ. കാസർഗോഡ് വികസനം ചെയ്യുമ്പോൾ കാസർഗോഡ് ചാക്കിടുമ്പോൾ സംഭവം ചാക്ക് ഫുള്ള് ചാക്ക് ഇടാനുണ്ട് എല്ലാവരും. ഇപ്പൊ പകുതി കട്ടം വരുന്നുണ്ട്. ഈ കടയിൽ വന്നിട്ട് എത്രയോ തെങ്ങ് പോയി. തെങ്ങു കല്ല് സിവിസാറ വെരുമ്പ് എല്ലാം. ഇനി ഇത് പോയെങ്കിൽ നമുക്ക് എവിടെ പോവാനുണ്ട്? റോഡ് എവിടെ? ഗവൺമെന്റ് റോഡ് എവിടെ? പഞ്ചായത്ത് വരെ കൗൺസിലർ വരെ നോക്കാൻ ഇവിടെ ഇല്ല. റോഡിന്റെ വികസനം അവർക്ക് ബുദ്ധിമുട്ടാണ്. സംഭവം വരാനും ഒരു സംഗതിയേ ഇല്ല. അതുകൊണ്ട് നമുക്ക് ദയവായിട്ട് മുഖ്യമന്ത്രിയോട് പറയേണ്ടത് നമ്മൾ സംഭവം പറയുന്നത് നമുക്ക് ഈ റോഡിന്റെ ഒരു നേരാക്കി തരണം. അതുകൊണ്ട് ഞാൻ പറയുന്ന നമ്മളെ കാസർഗോഡ് MLA-യോടും സംഗതി ഞാൻ പറയാൻ ഇതാക്കുന്നുണ്ട്. നമ്മളെ റോഡ് CP റോഡ് ഇപ്പോ മഴ പെയ്തിട്ട് പോയിട്ടുള്ളതാണ്. ഈ അവസ്ഥയിൽ അപ്പുറത്തെ വീട്ടുകാർക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഇത് ഞങ്ങൾ 1 കൊല്ലം മുമ്പ് ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. മഴ പെയ്തിട്ട് റോഡെല്ലാം പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഗവൺമെന്റിനോട് പറഞ്ഞിട്ട് അവർ പൊയ്യ ചാക്ക് വെച്ചിട്ട്
മുകളിൽ വെച്ചായിരുന്നു, കടലിന്റെ തെരയിൽ വെച്ചായിരുന്നു. എന്നിട്ട് അത് കാര്യമില്ല, ഒരു വീട് ചാക്കി വെച്ചിട്ടാ ആ വെച്ചതാർത്തോളം ആ ഭാഗത്ത് വെച്ചതാണ്. അപ്പുറത്തേരെങ്കിലും മാത്രം വെച്ചില്ല. ഇവിടെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടാ. എന്നിട്ട് MP ഉണ്ട്, MLA ഉണ്ട്. ഞാൻ വന്നിട്ട് പോയത് MLA ഒരു 4 ദിവസം മുമ്പ് MLA വന്നിട്ട് പോയതാണ്. ഗവൺമെന്റിന് പെട്ടെന്ന് ഒരു നടപടി എടുക്കണം, അല്ലെങ്കിൽ നമ്മളെ അടുത്തേക്കുള്ള റോഡും പോകും. ഇങ്ങനെ ഇവിടെ പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാവും. വർഷങ്ങളായി കാവുകോളി കടപ്പുറത്ത് താമസിക്കുന്ന 200ഓളം കുടുംബങ്ങളാണ് നിലവിൽ കടലാക്രമണ ഭീഷണി നേരിടുന്നത്. ഈ വിഷയത്തിൽ സർക്കാരോ ജലസേചന വകുപ്പോ ആവശ്യമായ മുൻകരുതലുകളോ നടപടികളോ സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. തകർന്ന റോഡ് ഉടൻ പുനർനിർമ്മിക്കാനും ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായവും നഷ്ടപരിഹാരവും നൽകുവാനും സർക്കാർ തയ്യാറാകണമെന്ന് തീരദേശവാസികൾ ആവശ്യപ്പെടുന്നു. വരും ദിവസങ്ങളിലും കടലാക്രമണം ശക്തമായാൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് തീരദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തീരദേശവാസികളുടെ വറുതിയുടെ നാളുകൾക്ക് വിട. 52 ദിവസത്തെ മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം നീങ്ങിയതോടെ മത്സ്യത്തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും അനുബന്ധ മേഖലയും ഏറെ പ്രതീക്ഷയിലാണ്. എന്നാൽ മോശം കാലാവസ്ഥ അറിയിപ്പ് മത്സ്യബന്ധന നിരോധനത്തിന് ശേഷമുള്ള ആദ്യത്തെ കടലിലേക്കുള്ള ഇറക്കത്തിന് വിനയായി മാറി. ട്രോളിംഗ് നിരോധനം അവസാനിച്ചതോടെ തീരദേശവാസികളുടെ വറുതിയുടെ നാളുകൾക്കാണ് അറുതിയാകുന്നത്. മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാനും പോഷകമൂല്യമുള്ള മത്സ്യങ്ങളുടെ വംശവർദ്ധനവിനുമാണ് കാലവർഷക്കാലത്ത് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. പ്രജനനശേഷം മത്സ്യസമ്പത്തിൽ വർധനവുണ്ടാവുമ്പോൾ ചാകരക്കോളാണുണ്ടാകുക. ഈ പ്രതീക്ഷയിൽ 52 ദിന ട്രോളിംഗ് നിരോധനത്തിന് ശേഷം അർദ്ധരാത്രി തന്നെ ബോട്ടുകൾ പുറംകടലിലേക്ക് യാത്ര തിരിക്കേണ്ടുള്ളിടത്ത് മോശം കാലാവസ്ഥ അറിയിപ്പ് തടസ്സമായി മാറി. ഇത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇരുട്ടടിയായി മാറി. ജില്ലയിലെ പ്രമുഖ മത്സ്യബന്ധന തുറമുഖമായ മടക്കരയിൽ 100-ലധികം ബോട്ടുകൾ കടലിലേക്ക് ഇറങ്ങുവാൻ കാത്തിരിക്കുകയാണ്. അതേസമയം ട്രോളിംഗ് നിരോധന കാലത്ത് നാട്ടിലേക്ക് പോയ മത്സ്യത്തൊഴിലാളികളായ അന്യസംസ്ഥാന തൊഴിലാളികൾ പലരും തിരിച്ചെത്തിയിട്ടില്ല എന്ന വിവരവുമുണ്ട്. അവർ തിരിച്ചു വന്നാൽ കടലിലേക്ക് ഇറങ്ങുവാൻ കാത്തിരിക്കുകയാണ് ബോട്ടുടമകൾ. അതേസമയം ഇത്തവണത്തെ ട്രോളിംഗ് നിരോധന കാലത്ത് കടലിലിറങ്ങിയ വള്ളങ്ങൾക്ക് പ്രതീക്ഷിച്ചത്ര മത്സ്യസമ്പത്ത് ലഭിച്ചിട്ടില്ല. ഇവിടെയും ചതിച്ചത് കാലാവസ്ഥ തന്നെയാണ്. മുൻകാലങ്ങളിൽ ചെമ്മീൻ ചാകര ഉണ്ടാകാറുണ്ടെങ്കിലും ബേക്കൽ മുതൽ പഴയങ്ങാടി തീരം വരെ ഇത്തവണ ചാകര പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ജില്ലയിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണ സാധ്യതയുണ്ടെന്ന ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിലെ അറിയിപ്പും മത്സ്യത്തൊഴിലാളികൾക്ക് നിരാശ നൽകുന്നതായി. മഴ കുറയുന്നതോടെയും കാലാവസ്ഥ മുന്നറിയിപ്പുകൾ പിൻവലിക്കുന്നതോടെയും ഇത്തവണ ധാരാളം മത്സ്യം കിട്ടുമെന്നാണ് തൊഴിലാളികളുടെ പ്രതീക്ഷ. കാലവർഷം ശക്തമായതും കടൽ നല്ലതുപോലെ ഇളകിക്കിടക്കുന്നതും മത്സ്യത്തൊഴിലാളികളുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു. പ്രതികൂല കാലാവസ്ഥ ഒഴിഞ്ഞാൽ യാനങ്ങൾ കടലിലേക്ക് പുറപ്പെട്ടു തുടങ്ങും. ട്രോളിംഗ് നിരോധന കാലത്ത് കാര്യമായ തൊഴിലില്ലാതെ കഴിഞ്ഞ ബോട്ട് തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും കടലമ്മ ചതിക്കില്ല എന്ന വിശ്വാസത്തിലാണ്. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യബന്ധന ബോട്ടുകൾ കടലിലേക്ക് പോകുന്നത് തടയാൻ മുൻകാലങ്ങളിലേതുപോലെ മറൈൻ എൻഫോഴ്സ്മെന്റും ഫിഷറീസ് ഉദ്യോഗസ്ഥരും പോലീസും ശക്തമായ കാവൽ ഏർപ്പെടുത്തിയിരുന്നെങ്കിലും ആരും തന്നെ ഇത്തവണ നിയമലംഘനത്തിന് മുതിർന്നിരുന്നില്ല. ബോട്ടുകളെല്ലാം കടലിലിറങ്ങുന്നതോടെ മീൻപിടുത്ത തുറമുഖങ്ങളും മത്സ്യബന്ധന കേന്ദ്രങ്ങളും സജീവമാകും. ഇതോടെ കുത്തനെ ഉയർന്നു നിൽക്കുന്ന മീൻവില കുറയുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 17-കാരിയെ വഴിയിൽ തടഞ്ഞു നിർത്തി ഉപദ്രവിച്ച കേസിൽ പ്രതിക്ക് 1 വർഷം തടവും പിഴയും ശിക്ഷ വിധിച്ച് കോടതി. ബേഡെടുക്ക മുന്നാട് ചേടിമൊട്ട തട്ടുമ്മൽ ഹൌസിൽ കബീറിനെയാണ് ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. വഴി നടന്നു പോവുകയായിരുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പിന്തുടർന്ന് ലൈംഗിക ഉദ്ദേശത്തോടെ ഉപദ്രവിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് തടവും പിഴയും ശിക്ഷ വിധിച്ചു. ബേഡെടുക്ക മുന്നാട് ചേടിമൊട്ട തട്ടുമ്മൽ ഹൌസിൽ കബീറിനെയാണ് ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. 1 വർഷത്തെ സാധാരണ തടവും 15,000 രൂപ പിഴയുമാണ് കോടതി വിധിച്ചത്. പിഴത്തുക അടച്ചില്ലെങ്കിൽ പ്രതി 6 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. 2025 ജനുവരി 29 രാവിലെ കളനാടിൽ റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന 17 വയസ്സുകാരിയെയാണ് പ്രതി ദുരുദ്ദേശത്തോടെ പിന്തുടരുകയും സ്കൂട്ടറിൽ കയറാൻ ആവശ്യപ്പെട്ട് ശല്യപ്പെടുത്തുകയും ചെയ്തത്. ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ട് ജഡ്ജ് സുരേഷ് PM ആണ് കേസിൽ ശിക്ഷാവിധി പ്രസ്താവിച്ചത്. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്നത്തെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആയിരുന്ന വേലായുധൻ K ആണ് അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്.
പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഗംഗാധരൻ എ ഹാജരായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് 7 വയസ്സുകാരിയെ മദ്യം നൽകി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ജീവപര്യന്തവും 20 വർഷം കഠിന തടവും ശിക്ഷ വിധിച്ച് കോടതി. മാലോം പാപ്പിനി വീട്ടിൽ അതിരുമാവ് സ്വദേശി അനീഷിനെയാണ് ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ക്രൂരമായി ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 20 വർഷം കഠിന തടവിനും ശിക്ഷ വിധിച്ചു. കാസർഗോഡ് പാപ്പിനി വീട്ടിൽ അതിരുമാവ് മാലോം ഗ്രാമം സ്വദേശിയായ അനീഷ് PD എന്നയാളെയാണ് ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. ശിക്ഷകൾക്ക് പുറമെ 80,000 രൂപ പിഴയും അടക്കണം. പിഴത്തുക ഒടുക്കിയില്ലെങ്കിൽ പ്രതി 2 വർഷം കൂടി അധിക തടവ് അനുഭവിക്കണം. ചിറ്റാരിക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2021 സംഭവം നടന്നത്. 7 വയസ്സു മാത്രം പ്രായമുള്ള പെൺകുട്ടി താമസിക്കുന്ന വീട്ടിൽ അതിക്രമിച്ചു കയറി കുട്ടിക്ക് മദ്യം നൽകി ക്രൂരമായ രീതിയിൽ ലൈംഗിക ആക്രമണത്തിന് ഇരയാക്കുകയായിരുന്നു. ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ട് ജഡ്ജ് സുരേഷ് PM ആണ് കേസിൽ ശിക്ഷാവിധി പ്രസ്താവിച്ചത്. ചിറ്റാരിക്കൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്നത്തെ ഇൻസ്പെക്ടർ ഓഫ് പോലീസായിരുന്ന രഞ്ജിത്ത് രവീന്ദ്രനാണ് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഗംഗാധരൻ എ ഹാജരായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലഹരിമുക്ത നവഭാരതത്തിനായി കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നാശാമുക്ത യുവ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മൈ ഭാരത് കാസർഗോഡ്, NSS കാസർഗോഡ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി നടത്തിയത്. ലഹരിമുക്ത നവഭാരതത്തിനായി കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നാശമുക്ത് യുവ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മൈ ഭാരത് കാസർഗോഡ്, NSS കാസർഗോഡ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി നടത്തിയത്. പരിപാടി കാസർഗോഡ് MLA കല്ലട്ര മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനം നേടിക്കൊണ്ട് നല്ലൊരു ഉയർച്ച ലക്ഷ്യമിട്ട് രക്ഷിതാക്കൾ പഠനത്തിന് വിടുകയും ആ ലക്ഷ്യത്തോട് അടുക്കുമ്പോൾ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ലഹരി മാഫിയ അവരെ തേടിയെത്തുകയും അവരെ അതിനെ അടിമകളാക്കി മാറ്റുകയും ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നത് ആ വിദ്യാർത്ഥിയുടെയോ ഇല്ലെങ്കിൽ വിദ്യാർത്ഥിനിയുടെയോ ഭാവി കൂടിയാണ്. അതുപോലെ ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷകളാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ലഹരിയോട് ഉള്ള നമ്മുടെ പ്രതികരണങ്ങൾ ഉണ്ടാവേണ്ടത്. ഇനി വരുന്ന നിങ്ങളുടെ ഈ തലമുറയും അതുപോലെ ഇനി വരാൻ പോകുന്ന പുതിയ തലമുറയും ലഹരിയിൽ നിന്ന് മോചനമാകണമെങ്കിൽ ഇന്നത്തെ ഈ പുതിയ തലമുറ അതിനെതിരായി ശക്തമായ പോരാട്ടം നടത്തിയാൽ മാത്രമേ സാധ്യമാവൂ. കാസർഗോഡ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ VS അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഗവൺമെന്റ് കോളേജ് NSS പ്രോഗ്രാം ഓഫീസർ AN മനോഹരൻ, തൻബീഹുൽ ഇസ്ലാം കോളേജ് NSS പ്രോഗ്രാം ഓഫീസർ ജുവൈരിയ P എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു. കാസർഗോഡ് ജില്ലാ യൂത്ത് ഓഫീസർ ആശ ഫ്രാൻസിസ് സ്വാഗത പ്രസംഗവും മേര യുവഭാരത് വോളണ്ടിയർ ശ്രുതി സുഗു നന്ദി പ്രകാശനവും നടത്തി. ഗ്രൂപ്പ് സോങ്, ഗ്രൂപ്പ് ഡാൻസ്, മൈം, പെയിന്റിംഗ്, പ്രസംഗം, സ്ലാം പോയട്രി, റീൽ മത്സരം എന്നിങ്ങനെ 8 മത്സരങ്ങളിൽ 120ഓളം കുട്ടികൾ പങ്കെടുത്തു. ലഹരി വിമുക്ത വികസിത ഭാരതത്തിനായി യത്നിക്കുമെന്നും ഓരോരുത്തരും പ്രതിജ്ഞ ചെയ്തു. യാതൊരു തരത്തിലുമുള്ള ഹാനികരമോ ലഹരി ഉളവാക്കുന്നതോ ആയ വസ്തുക്കൾ ഉപയോഗിക്കുകയില്ല. ഒപ്പം ലഹരി വസ്തുക്കളിൽ നിന്ന് അകന്നു നിൽക്കാൻ മറ്റുള്ളവരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കും. ലഹരിമുക്ത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി ഞാൻ സജീവമായി പ്രവർത്തിക്കും. ലഹരി ഉപയോഗം മൂലമുണ്ടാകുന്ന ദോഷഫലങ്ങളെക്കുറിച്ച് എൻ്റെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അയൽക്കാർ എന്നിവരെ ബോധവൽക്കരിക്കാനും ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. രാത്രി വീട്ടിൽ ഉറങ്ങാൻ കിടന്ന വീട്ടമ്മയെ കിണറിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. മാവുങ്കാൽ കല്യാൺ റോഡ് സ്വദേശിനിയും തൃക്കരിപ്പൂർ വടക്കേക്കോവലിലെ വത്സരാജിന്റെ ഭാര്യയുമായ T ബിന്ദുവാണ് മരിച്ചത്. രാത്രി വീട്ടിലുറങ്ങാൻ കിടന്ന വീട്ടമ്മയെ കിണറിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. മാവുങ്കാൽ കല്യാൺ റോഡ് സ്വദേശിനി തൃക്കരിപ്പൂർ വടക്കേക്കോവൽ വത്സരാജന്റെ ഭാര്യ T ബിന്ദുവാണ് മരിച്ചത്. പുലർച്ചെ 5:20ഓടെ കിണറിൽ വീണ നിലയിൽ കാണുകയായിരുന്നു.
വടക്കേക്കോവലുള്ള ഭർത്താവിന്റെ ബന്ധുവിന്റെ വീട്ടിലെ കിണറിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഫയർഫോഴ്സും ചന്തേര പോലീസും സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്ത് പരിയാരം കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. റിട്ടയർഡ് തഹസിൽദാർ KV രാഘവന്റെയും സരോജിനിയുടെയും മകളാണ്. മകൻ അർജുൻ, മരുമകൾ അനുശ്രീ. പ്രകാശൻ, അഡ്വക്കേറ്റ് സന്തോഷ്, ബീന, ആനന്ദവല്ലി എന്നിവർ സഹോദരങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 4 ദിവസം നീളുന്ന സംസ്ഥാന സ്പോർട്സ് യോഗ ചാമ്പ്യൻഷിപ്പിന് പിലിക്കോട് കാളിക്കടവിൽ തുടക്കമായി. കരക്കക്കാവ് ഓഡിറ്റോറിയത്തിൽ സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ നിന്നും ദേശാന്തരങ്ങളിലേക്ക് പടർന്നു കയറിയ യോഗയുടെ ചിട്ടയായതും സമയബന്ധിതവുമായ സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം മത്സരങ്ങൾ ആരംഭിച്ചു. യോഗ അസോസിയേഷൻ ഓഫ് കേരളയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് കരക്കക്കാവ് ഓഡിറ്റോറിയത്തിൽ സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം ചെയ്തു. യോഗ എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് അതിനെ ഏതെങ്കിലും ഒരു വിശ്വാസ പ്രമാണവുമായി, മതവിഭാഗത്തിൻ്റെ ആചാരവുമായി ഒക്കെ ചേർത്ത് കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് വിശ്വം മുഴുവൻ യോഗയെ ആദരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പതഞ്ജലി മഹർഷി യോഗശാസ്ത്രം ഡിസൈൻ ചെയ്യുമ്പോൾ അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് വേണ്ടി മാത്രമുള്ളതായി ഡിസൈൻ ചെയ്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മറിച്ച് നമ്മുടെ ഋഷീശ്വരന്മാർ എന്തൊക്കെ എഴുതിയിട്ടുണ്ടോ, എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അത് ലോകത്തിന് മുഴുവൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. സംഘാടക സമിതി ചെയർപേഴ്സൺ CM മീനാകുമാരി അധ്യക്ഷത വഹിച്ചു. യോഗ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ബാലചന്ദ്രൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ KV ഗണേഷ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ K ഹേമാംബിക, പഞ്ചായത്ത് അംഗം VM കുമാരൻ, ദേശീയ യോഗ ഫെഡറേഷൻ സെക്രട്ടറി സഞ്ജീവ് കുമാർ, അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ K രാജഗോപാലൻ, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം PP അശോകൻ, യോഗ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് MV നാരായണൻ, സെക്രട്ടറി KP പ്രദീപ് കുമാർ, ബാലകൃഷ്ണൻ സ്വാമി, P കുഞ്ഞിക്കണ്ണൻ, രവീന്ദ്രൻ മാണിയാട്ട്, PV ഗോവിന്ദൻ, K രാജു, MTP സുലൈമാൻ, അഡ്വക്കേറ്റ് PM പ്രകാശൻ എന്നിവർ സംസാരിച്ചു. കാലിക്കടവ് കരക്കക്കാവ് ഓഡിറ്റോറിയത്തിലെ 8 വേദികളിലായി സീനിയർ വിഭാഗത്തിലെ 18 മുതൽ 45 വരെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും 5 ഇനങ്ങളിൽ മത്സരങ്ങൾ നടന്നു. ജൂനിയർ, സബ് ജൂനിയർ മത്സരങ്ങളും പൂർത്തിയായി. വൈകുന്നേരം സ്ത്രീ പുരുഷ വിഭാഗങ്ങളിൽ നൃത്തവും സംഗീതവും സംയോജിപ്പിച്ചുള്ള റിഥമിക് ജോഡി മത്സരങ്ങളാണ് നടന്നത്. ഞായറാഴ്ച രാവിലെ മുതൽ 18-നും 35-നും ഇടയിലുള്ള സീനിയർ വിഭാഗത്തിലെ ആർട്ടിസ്റ്റിക് സോളോ ഡാൻസും ജോഡി ഡാൻസും നടക്കും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ലഹരികടത്ത് കേസിലെ പ്രതിയെ മഞ്ചേശ്വരം പോലീസ് കർണാടകയിൽ വെച്ച് പിടികൂടി. തളങ്കര ബാങ്കോട്ട് ഷബീബ ബാഗ് ഹൌസിൽ മുഹമ്മദ് ലിസാൻ അലിയാണ് പിടിയിലായത്. വൻതോതിൽ MDMAയും കഞ്ചാവും പിടികൂടിയ കേസിൽ ഏറെക്കാലമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന കേസിലെ 9ാം പ്രതിയെ മഞ്ചേശ്വരം പോലീസ് കർണാടകയിൽ വച്ച് പിടികൂടി. കാസർഗോഡ് തളങ്കര ബാങ്കോട് ഷബീബ ബാഗ് ഹൌസിൽ മുഹമ്മദ് ലിസാൻ അലിയെയാണ് പിടികൂടിയത്. കർണാടകയിലെ മടിക്കേരി കുശാൽ നഗറിലെ ഒളിവു കേന്ദ്രത്തിൽ നിന്നാണ് ഇയാൾ അറസ്റ്റിലായത്. മയക്കുമരുന്ന് കടത്തിനായി വൻതോതിൽ പണം മുടക്കിയത് ലിസാൻ അലിയാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഇയാളെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതിനിടയിലാണ് കർണാടകയിൽ ഒളിവിൽ കഴിയുന്നതായി വിവരം ലഭിച്ചത്. രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഇയാളെ പിടികൂടുകയായിരുന്നു. കാസർഗോഡ് ASP അശോക് അച്യുതിന്റെ മേൽനോട്ടത്തിൽ മഞ്ചേശ്വരം ഇൻസ്പെക്ടർ PK ജിജീഷും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കാസർഗോഡ് വോർക്കാടി സ്വദേശിനി രൂപശ്രീ വോർക്കാടിയെ BJP ജില്ലാ ഘടകം അനുമോദിച്ചു. ഈ അംഗീകാരം രൂപശ്രീയുടെ വർഷങ്ങളായുള്ള കഠിനാധ്വാനത്തിനും അഭിനയ മികവിനും ലഭിച്ച അർഹമായ ആദരവാണെന്ന് ML അശ്വിനി പറഞ്ഞു. BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി, സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് ചന്ദ്ര ഭണ്ഡാരി, ജില്ലാ വൈസ് പ്രസിഡന്റ് മണികണ്ഠ റൈ, സംസ്ഥാന കൗൺസിൽ അംഗം പത്മനാഭ കടപ്പുറം, മഞ്ചേശ്വരം മണ്ഡലം പ്രസിഡന്റ് ആദർശ് BM, ജനറൽ സെക്രട്ടറി യത്തിരാജ്, വോർക്കാടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഭാസ്കർ പൊയ്യ, ജനറൽ സെക്രട്ടറി നാഗേഷ് ബള്ളൂർ എന്നിവർ ചേർന്നാണ് രൂപശ്രീയെ അനുമോദിച്ചത്. ഈ അംഗീകാരം രൂപശ്രീയുടെ വർഷങ്ങളായുള്ള കഠിനാധ്വാനത്തിനും അഭിനയ മികവിനും ലഭിച്ച അർഹമായ ആദരവാണെന്ന് ML അശ്വിനി പറഞ്ഞു. 100 കണക്കിന് നാടകങ്ങളിലൂടെ തന്റെ പ്രതിഭ തെളിയിച്ച രൂപശ്രീയുടെ ദേശീയ പുരസ്കാര നേട്ടം കാസർഗോഡ് ജില്ലയ്ക്കാകെ അഭിമാനമാണെന്നും അശ്വിനി പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
LDF ബെള്ളൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബെള്ളൂർ പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. UDF സർക്കാർ ത്രിതല പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചുവെന്നാരോപിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. UDF സർക്കാർ ത്രിതല പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചുവെന്നാരോപിച്ച് LDF ബെള്ളൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബെള്ളൂർ പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. പ്രതിഷേധത്തിൽ നൂറുകണക്കിന് പേർ അണിനിരന്നു. മുന്നണിയേത് ഭരിച്ചാലും വികസന പാതയൊരുക്കാനായി സർക്കാരിന്റെ പദ്ധതി വിഹിതം CPM കാറടുക്ക ഏരിയ സെക്രട്ടറി മാധവൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി സൂഫി അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് AK കുശല സ്വാഗതം പറഞ്ഞു. നിരവധി നേതാക്കൾ സമരത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള ഘടകത്തിന്റെ നേതൃത്വത്തിൽ ദന്തശുചിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ സൈക്കിൾ ക്ലബ്ബുമായി സഹകരിച്ച് 2 ജില്ലകളെ ബന്ധിപ്പിച്ച് സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ സന്ദീപ് വാര്യർ MLA റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. ലോക ദന്തശുചിത്വ ദിനാചരണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കോസ്റ്റൽ മലബാർ ബ്രാഞ്ചിന്റെ ആതിഥേയത്തിൽ തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബ്ബുമായി സഹകരിച്ചാണ് ബോധവൽക്കരണ സൈക്കിൾ റാലി സംഘടിപ്പിച്ചത്. റാലി പയ്യന്നൂർ ടൗൺ ചുറ്റി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. ശനിയാഴ്ച രാവിലെ 6:30 തൃക്കരിപ്പൂർ ടൗണിൽ സന്ദീപ് വാര്യർ MLA സൈക്കിൾ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. പ്രധാനമാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്ക്. അതൊന്ന് വായ നമ്മളെന്ത് സംസാരിക്കുമ്പോഴും വായയ്ക്ക് കൂടി കണക്ട് ചെയ്തിട്ടാണല്ലോ പറയുന്നത്. നമ്മൾ സംസാരം ഒന്ന് മോശമായി പോയി കഴിഞ്ഞാൽ പോലും പല്ലടിച്ച് കൊഴിക്കുന്നവരെ അതിൻ്റെ പ്രശ്നം പല്ലിനാണ്. അല്ലെങ്കിൽ അവൻ്റെ വായ ശരിയല്ല എന്നൊക്കെ പറയും, സംസാരം ശരിയല്ല. അപ്പം നമ്മളെപ്പോഴും ഈ വായ നന്നായിരിക്കുക എന്നുള്ളത് ഏതർത്ഥത്തിലും അത് ഹൈജീനായിരിക്കുക, അത് സംസാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് പിന്നെ നമ്മുടെ വ്യക്തിപരമായ ശുചിത്വത്തിൻ്റെ കാര്യത്തിലായാലും വായ നന്നായിരിക്കുക എന്നുള്ളത്, ശുചിത്വമായിരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമാണ്. ഇന്ന് നമ്മുടെ കോൺഫിഡൻസിനെ, നമ്മുടെ ആത്മവിശ്വാസത്തിനെ, നമ്മുടെ മൊത്തം ശരീരവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളെ കൂടി ബാധിക്കുന്നതായതുകൊണ്ട് അതിനെക്കുറിച്ച് പ്രാധാന്യം നല്ല രീതിയിൽ നമുക്ക് ജനങ്ങളിൽ അവയർനെസ് കൊടുക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ താരതമ്യേന ഇതുമായി ബന്ധപ്പെട്ട അവയർനെസ് വളരെ കൂടുതലാണ്. അപ്പം മറ്റ് ഇതര ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെച്ച് പരിശോധിച്ചാൽ ഈ ഡെന്റൽ ഹൈജീനുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള ഓറൽ ഹൈജീനുമായി ബന്ധപ്പെട്ടുള്ള മലയാളികളുടെ ഒരു പൊതുബോധം മറ്റുള്ളവരെക്കാൾ ഉയർന്നതാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്, എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഡെന്റൽ അസോസിയേഷൻ കോസ്റ്റൽ മലബാർ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ രാഹുൽ നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. മുൻ പ്രസിഡന്റ് ഡോക്ടർ PK ജയകൃഷ്ണൻ, ഡോക്ടർ അഖിൽ ഭാസ്കർ, TMC ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. സൈക്കിൾ റാലിക്കും തുടർന്ന് നടന്ന പരിപാടികൾക്കും സെക്രട്ടറി TP ഉല്ലാസ്, ഇർഷാദ് ഇസ്മായിൽ, അരുൺ നാരായണൻ, ഡോക്ടർ T അബ്ദുൾ ജലീൽ, ഡോക്ടർ ജസീം തൈപ്പറമ്പിൽ, ഡോക്ടർ AV ശ്രീകുമാർ, ഡോക്ടർ PK രതീഷ്, ഡോക്ടർ T പ്രഭാത്, ഡോക്ടർ T അനഘ, സലീം വലിയപറമ്പ്, സജിൻ കോറോം എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള ഖാദി ആൻഡ് ഗ്രാമവ്യവസായ ബോർഡിന്റെ ഖാദി സൗഭാഗ്യ കാഞ്ഞങ്ങാട്ട് പ്രവർത്തനം ആരംഭിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. ഇത്തവണത്തെ ഓണം ഖാദി മേള ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ഖാദി സൗഭാഗ്യയിൽ നടന്നു. അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡിൽ നവീകരിച്ച ഖാദി സൗഭാഗ്യ ഷോറൂമിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് ഖാദി ഉൽപ്പന്നങ്ങളിലൂടെ നമുക്ക് ആഹാരത്തിനുള്ള വക ഈ ഉൽപ്പന്നങ്ങൾ തരുന്നു എന്നുള്ളത് വളരെ സന്തോഷദായകമായ ഒരു കാര്യമാണ്. ഇത്തവണ ഈ ഒരു റെക്കോർഡ് കളക്ഷൻ ഇന്നത്തെ ഇവിടുത്തെ ഈ ഉദ്ഘാടനത്തോടു കൂടി നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്
ഈ മേഖലയിൽ പണിയെടുക്കുന്ന നിങ്ങൾക്കെല്ലാം തൊഴിലിന്റെ മഹത്വം വിളിച്ചറിയിക്കുന്ന ഒന്നാണ് ഖാദി. ഈ മേഖലയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നിരവധിയാണ്. എനിക്ക് നേരിട്ടറിയാം, ഒരുപാട് പരാതികൾ എനിക്ക് ഖാദി മേഖലയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ VV രമേശൻ ആദ്യ വിൽപ്പന ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ പ്രവർത്തകരായ M ശ്രീകണ്ഠൻ നായർ, MK വിനോദ് കുമാർ എന്നിവർ ചേർന്ന് ആദ്യ വിൽപ്പന സ്വീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സുജാത, ജില്ലാ പഞ്ചായത്ത് അംഗം K സബീഷ്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ M സുമതി, മുഹമ്മദ് മുറിയനാവി, ഫൗസിയ ഷെരീഫ്, M വിജയൻ, കൌൺസിലർമാരായ സൗമ്യ സുനിൽ, അനിൽ വാഴുന്നോരടി, മുൻ നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, ഗാദി കോഴിക്കോട് റീജിയണൽ ഓഫീസർ V ഷിബു എന്നിവർ സംസാരിച്ചു. ഗാദി കാസർഗോഡ് ജില്ലാ പ്രൊജക്ട് ഓഫീസർ ഷേർലി ദേവസ്യ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. LDF അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റി അജാനൂർ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KV കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വിഹിതം വെട്ടിക്കുറച്ച UDF സർക്കാർ നയത്തിനെതിരെ LDF അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അജാനൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. വെള്ളിക്കോത്ത് ടൗൺ കേന്ദ്രീകരിച്ച് നടന്ന പ്രതിഷേധ മാർച്ച് പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CPI ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KV കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഫണ്ട് ഉപയോഗിക്കാനുള്ള അധികാരവും ആ ഫണ്ട് അനുവദിച്ചത് വഴി നാടിന്റെ മുഖം മാറി എന്ന വസ്തുതയും നാം കാണാൻ വരുന്നുണ്ട്. ഇന്ന് കാണുന്ന ത്രിതല പഞ്ചായത്തുകൾ ഈ നിലയിലെത്തിയത് ഈ നിയമം സംസ്ഥാനത്ത് നടപ്പിലാക്കി അതിനാവശ്യമായ ഫണ്ട് ബഡ്ജറ്റിൽ അനുവദിച്ചു കൊടുത്തുകൊണ്ട് നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണാധികാരികൾ തയ്യാറായി എന്നതുകൊണ്ടാണ് ഇത്തരമൊരു സാഹചര്യം കേരളത്തിൽ ഇന്നുണ്ടായത്. അത് തകർക്കുന്ന തരത്തിലുള്ള സമീപനമാണ് ഇന്നിപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ ഉണ്ടാകുമ്പോൾ അവതരിപ്പിച്ചതാണ് ബഡ്ജറ്റ്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ പുതുക്കിയ ബഡ്ജറ്റ് അവതരിപ്പിക്കുക സാധാരണഗതിയിലുള്ളതാണ്. ആ പുതുക്കിയ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചപ്പോഴാണ് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത വെട്ടിക്കുറവ് പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ബഡ്ജറ്റ് അനുവദിച്ചപ്പോഴുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്. ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഇന്ന് നടക്കുന്നത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിഷയമല്ല, ഒരു നാടിന്റെ വികസന പ്രവർത്തനങ്ങളുടെ വിഷയമാണ്. നാട്ടിലെ സാധാരണക്കാരുടെ ജീവിത പ്രയാസങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളാണ് പ്രാദേശിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി, പ്രാദേശിക ഗവൺമെന്റുകൾ വഴി ഈ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. അതിനെ തകർക്കുന്ന സമീപനമാണ് UDF അധികാരത്തിൽ വന്നതിന് ശേഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അധികാരത്തിലേറി കേവലം മാസങ്ങൾ പിന്നിട്ട UDF സർക്കാർ ജനദ്രോഹ നടപടികളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. INL നേതാവ് KC മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് K രാജ്മോഹൻ, CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് K രാജ്മോഹൻ, JDS നേതാവ് ദിലീപ് മേടയിൽ, കേരള കോൺഗ്രസ് B നേതാവ് ഷാജി മാവുങ്കാൽ, അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി, ജില്ലാ പഞ്ചായത്ത് മടിക്കൈ ഡിവിഷൻ മെമ്പർ K സബീഷ്, CPI നേതാവ് ഗംഗാധരൻ പള്ളിക്കാപ്പിൽ, അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂലക്കണ്ണം പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. കാറ്റാടി കുമാരൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാമായണ മാസമായ കർക്കിടക മാസത്തിൽ ശരീരത്തിന്റെ പ്രതിരോധശേഷിയും ദഹനശക്തിയും മെച്ചപ്പെടുത്തുന്നതിനായി യോഗാസനങ്ങൾ ചെയ്യുന്നതിലൂടെ കൃത്യമായ ആരോഗ്യ സംരക്ഷണം നടത്താൻ കഴിയുമെന്ന് യോഗാചാര്യന്മാർ. അടോട്ട് വനദുർഗ ക്ഷേത്ര കമ്മിറ്റിയും തത്വമസി യോഗ ചികിത്സാ കേന്ദ്രവും സംയുക്തമായി കർക്കിടക മാസ ആരോഗ്യ സംരക്ഷണ യോഗ ക്യാമ്പ് സംഘടിപ്പിച്ചു. കർക്കിടക മാസത്തിലെ ശരീര ആരോഗ്യ സംരക്ഷണത്തിനായി യോഗ ഏറെ ഗുണം ചെയ്യുമെന്ന് അടോട്ട് നടന്ന യോഗ ക്യാമ്പിൽ യോഗ വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. രാമായണ മാസമായ കർക്കിടക മാസത്തിൽ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയും ദഹനശക്തിയും മെച്ചപ്പെടുത്തുന്നതിനായി യോഗാസനങ്ങൾ ചെയ്യുന്നതിലൂടെ കൃത്യമായ ആരോഗ്യ സംരക്ഷണം നടത്താൻ കഴിയുമെന്ന് യോഗാചാര്യന്മാർ പറഞ്ഞു. അടോട്ട് വനദുർഗ ക്ഷേത്ര കമ്മിറ്റിയും തത്വമസി യോഗ ചികിത്സാ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിച്ച കർക്കിടക മാസ ആരോഗ്യ സംരക്ഷണ യോഗ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു.
യോഗ ചികിത്സകരായ നാരായണൻ പള്ളിക്കാപ്പിൽ, കാർത്യായനി വെള്ളിക്കോത്ത് എന്നിവർ സംസാരിച്ചു. പ്രശസ്ത യോഗ പരിശീലകൻ അശോക് രാജ് വെള്ളിക്കോത്ത് യോഗ ക്ലാസ് എടുത്ത് സംസാരിച്ചു. ഏകദേശം 4 മാസത്തോളമായി ഇവിടെ യോഗ ആരംഭിച്ചിട്ട്. ആദ്യം കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ 10-16ഓളം ആളുകളുണ്ട്. എല്ലാവർക്കും പലതരം അസുഖങ്ങൾ ആയിട്ടാണ് യോഗയിലേക്ക് ചേർന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഷുഗറും എൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഷുഗർ വളരെ കൂടുതലായിരുന്നു. 40 യൂണിറ്റ് ഇഞ്ചക്ഷൻ ഞാനും 46 യൂണിറ്റ് എൻ്റെ ഭാര്യയ്ക്കും വെച്ചിരുന്നതാണ്. ഇപ്പോഴത് 30 യൂണിറ്റോളം മാത്രമേ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ 30ആയി കുറച്ചു. അതുപോലെ കഴുത്ത് വേദന ഉള്ളവർ, അതുപോലെ കൈവേദന, അതുപോലെ തേയ്മാനം, ഇങ്ങനെയുള്ള എല്ലാ അസുഖങ്ങൾക്കും വളരെയധികം സുഖം കിട്ടിയിട്ടുണ്ട് എന്നതാണ് എല്ലാവരിൽ നിന്നുള്ള റിപ്പോർട്ട്. കർക്കിടക മാസത്തിൽ ചെയ്യാവുന്ന പ്രധാന യോഗാസനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. തണുപ്പുള്ള കാലാവസ്ഥയായതിനാൽ ശരീരത്തിന് ചൂടും ഉന്മേഷവും നൽകുന്ന യോഗാസനങ്ങളാണ് അനുയോജ്യമെന്ന് യോഗ പരിശീലകർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ ഹോസ്ദുർഗ് യൂണിറ്റ് കമ്മിറ്റി 2025-26 വർഷത്തെ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ യൂണിറ്റ് അംഗങ്ങളുടെ മക്കൾക്കുള്ള അനുമോദന പരിപാടി സംഘടിപ്പിച്ചു. ജോലിയിൽ നിന്നും പിരിഞ്ഞു പോകുന്ന മുതിർന്ന അംഗമായ KP ഗംഗാധരന് യാത്രയയപ്പും നൽകി. കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ ഹോസ്ദുർഗ് യൂണിറ്റ് കമ്മിറ്റി 2025-26 വർഷത്തെ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ യൂണിറ്റ് അംഗങ്ങളുടെ മക്കൾക്കുള്ള അനുമോദന പരിപാടി സംഘടിപ്പിച്ചു. ജോലിയിൽ നിന്നും പിരിഞ്ഞു പോകുന്ന മുതിർന്ന അംഗമായ KP ഗംഗാധരന് യാത്രയയപ്പും നൽകി. ഡിസ്ട്രിക്ട് ജഡ്ജ് സുരേഷ് PM ഉദ്ഘാടനം നിർവഹിച്ച് ഉപഹാര സമർപ്പണം നടത്തി. കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ ഈ വർഷവും നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് ദിശാബോധം നൽകുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഒരു ചടങ്ങ് വീണ്ടും സമുചിതമായി തന്നെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന വിജയികളായ കുട്ടികളോടാണ് പറയാനുള്ളത്. ഏതൊരു സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങളിൽ വളരുന്ന വ്യക്തിയായാലും കുട്ടികളായാലും അവരുടെ വളർച്ചയ്ക്ക് വിദ്യാഭ്യാസം ഒന്ന് മാത്രമാണ് ഏക വഴി. നിങ്ങളുടെ പ്രായത്തിൽ മറ്റ് പല മാർഗങ്ങളും വളരാനും വലുതാകാനും ഒക്കെ പലരും നിർദ്ദേശിച്ചേക്കാം. എന്നാൽ വിദ്യാഭ്യാസത്തിൻ്റെ വഴിയിലൂടെ, ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ വഴിയിലൂടെ കിട്ടുന്ന നേട്ടത്തേക്കാൾ മേന്മയുള്ള ഒരു നേട്ടം വേറെ ഉണ്ടാകയില്ല. KACA ഹോസ്ദുർഗ് യൂണിറ്റ് പ്രസിഡന്റ് ഈശ്വര ശർമ്മ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി M ശശിധരൻ സ്വാഗതം പറഞ്ഞു. സീനിയർ സിവിൽ ജഡ്ജ് TK മമത, C അബ്ദുൾ റാസിഖ്, MR ദിലീപ്, P നാരായണൻ, ഫായിസ്, KL മാത്യു, M ജയദേവൻ, അഡ്വക്കേറ്റ് ഗംഗാധരൻ, P വേണുഗോപാലൻ നായർ, V ബാബു, C രവി എന്നിവർ സംസാരിച്ചു. KACA ഹോസ്ദുർഗ് യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി അംബിക നന്ദി അർപ്പിച്ച് സംസാരിച്ചു. KP ഗംഗാധരൻ മറുമൊഴി ഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിൽ മഴ തുടരുന്നു. റാണിപുരം ഹിൽ സ്റ്റേഷൻ അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം നിരോധിച്ചു. ക്വാറികളുടെ പ്രവർത്തനവും താൽക്കാലികമായി നിരോധിച്ചു. കാസർഗോഡ് കാവുഗോളിയിൽ കടലാക്രമണം രൂക്ഷം. പ്രദേശത്തെ പ്രധാന റോഡ് കടലെടുത്തു. 200ഓളം കുടുംബങ്ങൾ ആശങ്കയിൽ. 52 ദിവസത്തെ മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം നീങ്ങി. മോശം കാലാവസ്ഥ അറിയിപ്പിൽ നിരാശയിൽ മത്സ്യബന്ധന മേഖല. 17-കാരിയെ വഴിയിൽ തടഞ്ഞു നിർത്തി ഉപദ്രവിച്ച കേസിൽ പ്രതിക്ക് 1 വർഷം തടവും പിഴയും ശിക്ഷ. മുന്നാട് ചേടിമൊട്ട തട്ടുമ്മൽ ഹൗസിൽ കബീറിനെയാണ് കോടതി ശിക്ഷിച്ചത്.
കാസർഗോഡ് 7 വയസ്സുകാരിയെ മദ്യം നൽകി പീഡിപ്പിച്ച കേസ്. പ്രതിക്ക് ജീവപര്യന്തവും 20 വർഷം കഠിന തടവും ശിക്ഷ. രാത്രി വീട്ടിൽ ഉറങ്ങാൻ കിടന്ന വീട്ടമ്മയെ കിണറിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. വടക്കേക്കോവലിലെ വത്സരാജിന്റെ ഭാര്യ ടി ബിന്ദുവാണ് മരിച്ചത്. 4 ദിവസം നീളുന്ന സംസ്ഥാന സ്പോർട്സ് യോഗ ചാമ്പ്യൻഷിപ്പിന് പിലിക്കോട് കാലിക്കടവിൽ തുടക്കമായി. സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം ചെയ്തു. മഴക്കാലമായതിനാൽ റോഡുകളിൽ വാഹനാപകടത്തിന് സാധ്യത കൂടുതലാണ്. ശ്രദ്ധിച്ച വാഹനം ഓടിച്ചില്ലെങ്കിൽ പണി കിട്ടുമെന്ന് സാരം. ഇപ്പോൾ കാസർഗോഡ് ബന്ദിയോട് ദേശീയപാതയിൽ KSRTC ബസ് അപകടത്തിൽപ്പെടുന്ന ഞെട്ടിക്കുന്ന ദൃശ്യം പുറത്തുവന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. മഴയിൽ ബസ് നിയന്ത്രണം വിട്ട് തെന്നി വളഞ്ഞ് പുളഞ്ഞു പോകുന്നതും പിന്നീട് ഡിവൈഡറിൽ ഇടിക്കുന്നതും ദൃശ്യത്തിൽ കാണാം. തലനാരിഴയ്ക്കാണ് വലിയൊരു അപകടം ഒഴിവായത്. അപകടത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. കണ്ടാൽ നടുക്കമുളവാക്കുന്ന ഒരു അപകട ദൃശ്യത്തോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്.